എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ പുട്ട് തയ്യാറാക്കുമ്പോൾ ഒന്നുകിൽ പച്ചരി വാങ്ങി പൊടിച്ചിട്ട് വറുത്തിട്ടൊക്കെയാണ് പുട്ട് തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ കടയിൽ നിന്ന് റെഡിമെയ്ഡ് പാക്കറ്റ്സ് വാങ്ങും. അപ്പോൾ നമ്മൾ ചോറുണ്ടാക്കുന്ന അരി വെച്ചിട്ട് എങ്ങനെയാണ് പുട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ പുട്ടിന് വളരെ ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ പുട്ട് വീട്ടിലുണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് പുട്ടുപൊടി വാങ്ങിയില്ല. അപ്പോൾ അധികം താമസിയാതെ ഈ പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മട്ട അരിയാണ്. ചുവന്ന കളറിലുള്ള മട്ട റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരിയാണ്, ബോയിൽഡ് റൈസാണ്. ഇത് നമ്മൾ രാവിലെ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ രാത്രിയിൽ തന്നെ ഇത് കുതിർക്കാനായിട്ട് ഇടുക. അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഏകദേശം 3 പുട്ടുണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 8 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ചുവന്ന റൈസിന് പകരം വൈറ്റ് റൈസും എടുക്കാവുന്നതാണ്. ബോയിൽഡ് റൈസ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. പച്ചരി വെച്ച് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ പൊടി വറുത്തിട്ട് മാത്രമേ നിങ്ങൾ പുട്ടുണ്ടാക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നത് വറക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി അടച്ചു വെച്ചിട്ട് ഒരു 8 മണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളയുക. അതിനുശേഷം ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു അരിപ്പയിൽ അരിയിട്ട് വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വൃത്തിയുള്ള ഒരു ടവലിലേക്ക് ഇതിൽ നിരത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ അധികമായിട്ടുള്ള വെള്ളം ഈ ടവലങ്ങ് വലിച്ചെടുത്തോളും. ഒരുപാടങ്ങ് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഒരു 10-15 മിനിറ്റ് മതിയാകും ഇതൊന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഈ ടവലിലേക്കൊന്ന് നിരത്തിയിട്ടിട്ടുണ്ട്. ഇത് 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് ഇത് പൊടിക്കാവുന്നതാണ്. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരി ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ, അല്ലെങ്കിൽ മിക്സിയുടെ ഏത് ജാർ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാനത് 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് കുത്തി നിറച്ചിട്ട് നിങ്ങൾ ഇത് അരച്ചെടുക്കരുത്. കുറച്ച് സ്പേസ് വേണം ഇതിന്. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് ഫൈനായിട്ടല്ല പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ ചെറിയ തരികളുണ്ട്. അപ്പോൾ പുട്ടിന് ചെറിയ തരികൾ എപ്പോഴും വേണം. അപ്പോൾ ഇതാണ് നമ്മളുടെ പുട്ടുപൊടി. ഈ പുട്ടുപൊടി ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള അരി കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടുപൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ ഈർപ്പം അത്യാവശ്യത്തിനുണ്ട്. ഇനി കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ പുട്ട് നമുക്ക് നനയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല, അതുപോലെ തന്നെ പുട്ടുപൊടി വറക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ വളരെ ഈസിയാണ് ഈ മെത്തേഡിൽ പുട്ടുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പണ്ട് കാലങ്ങളിലൊക്കെ ഇത് വീട്ടിൽ തയ്യാറാക്കിക്കൊണ്ടിരുന്ന റെസിപ്പിയാണ്. ഇപ്പോഴാണ് പുട്ടുപൊടിയൊക്കെ റെഡിമെയ്ഡ് വാങ്ങിയിട്ട് നമ്മൾ പുട്ട് തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ വേണം. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് പുട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിരട്ട പുട്ടിൻ്റെ ആകൃതിയിലുള്ള പുട്ടുകുറ്റിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് തേങ്ങയും നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് കുത്തി നിറയ്ക്കരുത്, കുറച്ച് സ്പേസ് വേണം. ഇനി ഇത് നമുക്ക് ആവിയേറ്റി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കറിൽ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിലൊക്കെ വെള്ളം വെക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം വെക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പുട്ടുകുറ്റി വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ആവി പറക്കുന്ന പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരളവിൽ 3 ഇതുപോലെയുള്ള പുട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള മട്ട അരി കൊണ്ടുള്ള പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും പുട്ട് തയ്യാറാക്കി നോക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും പുട്ടുപൊടി പുറത്തുനിന്ന് വാങ്ങിക്കില്ല. ഈ പുട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഏത് കറികളുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ പുട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.